ഒരു കാലത്ത് പറഞ്ഞിരുന്നത് BJP അക്കൗണ്ട് തുറക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അങ്ങനെ ബാങ്കുകളിൽ അക്കൗണ്ട് തുറന്നേക്കും, പക്ഷേ കേരളത്തിൽ തുറക്കില്ല. അത് തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഒരു MLA. അപ്പോൾ ആ ഒരു കാലത്തെ എങ്ങനെ? അതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിവസം എന്ന് പറയുന്നത്. രാജേട്ടൻ MLA ആയിട്ട് അദ്ദേഹം ജയിച്ച ദിവസമാണ്. അന്ന് ഞാനൊരു താമരപ്പൂവും, ഞാൻ കുമ്മനമാണ് സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, ഞാനൊരു താമരപ്പൂവായിട്ട് രാജേട്ടനും കുമ്മനവും ഞാനുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രമാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ചിത്രം. കാരണം കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു എന്ന് കേരളത്തിൽ ബോധ്യപ്പെടുത്തിയ ദിവസം. രാജേട്ടൻ്റെ വ്യക്തിത്വം വലിയൊരു ഘടകമാണ്. അതേ ഘടകത്തിന് തുല്യമോ അതിനേക്കാൾ അല്പം മെച്ചപ്പെട്ടതോ ആയിരുന്നു ഇവിടുത്തെ സംഘടനാ സിസ്റ്റം. കാരണം 2015 ഞങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു ജനകീയ അടിത്തറ ഉണ്ടാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏകദേശം 34% വോട്ട് കിട്ടുന്ന പാർട്ടിയായിട്ട് BJP മാറി. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വരുന്ന നേമം മണ്ഡലവും തിരുവനന്തപുരം മണ്ഡലവും വട്ടിയൂർക്കാവ് മണ്ഡലവും അപ്പോൾ നമ്മൾ 1-ാം സ്ഥാനം വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജയം സാധ്യമായിരുന്നു. പക്ഷേ സാധ്യമാകുമ്പോഴും നമ്മളുടെ ഇവിടെ ക്രോസ് വോട്ടിങ്, CPM-ഉം കോൺഗ്രസുമായിട്ട് ക്രോസ് വോട്ടിങ് നടക്കും. മുസ്ലിം വിഭാഗങ്ങൾ ഈ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ക്രോസ് വോട്ടിങ് നടത്തും. ഇങ്ങനെയുള്ള ഘടകങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഘടകങ്ങൾ അതിജീവിക്കാൻ രാജഗോപാലിൻ്റെ വ്യക്തിത്വം കൊണ്ട് കുറേ സാധിച്ചു. സംഘടനാ സ്ട്രക്ചർ ഭംഗിയായിട്ട് പണിയെടുത്തു, സക്സസ് ഉണ്ടായി. അപ്പോൾ അത് ജീവിതത്തിലെ എക്കാലത്തും കേരളത്തിലെ ഓരോ BJP പ്രവർത്തകൻ്റെയും BJPയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് രാജഗോപാലിന് താമരയുമായിട്ട് നിൽക്കുന്ന ആ ചിത്രം. ആ ചിത്രത്തിന് ഒരു നിമിത്തമാകാൻ ഞാനല്ല അത് സൃഷ്ടിച്ചത്, പ്രവർത്തകരാണ്. തിരുവനന്തപുരത്തെ പ്രവർത്തകരുടെ കഠിനമായ പരിശ്രമമാണ്. പക്ഷേ അതിനൊരു നിമിത്തമാകാൻ ജില്ലാ പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്കും സാധിച്ചു. ആ ചിത്രം ഇന്ന് എല്ലാ പ്രവർത്തകരുടെയും മനസ്സിലുണ്ടാവും.